അജിത് കാർക്കർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനു ശേഷം അദ്ദേഹം നടപ്പിലാക്കുന്ന രീതി കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഫസ്റ്റത്തെ പണി സഞ്ജു സാംസൺ ആയിരുന്നു. സഞ്ജു സാംസൺ ദക്ഷിണാഫ്രിക്കയിൽ പോയി T20 2 സെഞ്ചുറി അടിച്ച് ഓപ്പണറായിട്ട് അടിച്ച് അയാളെ പിടിച്ചിട്ട് 5ാം നമ്പറിൽ തട്ടി ഫസ്റ്റ്. ഓക്കെ, ശുഭ്മാൻ ഗില്ലിനെ അതിന്റെ പകരക്കാരനായി കൊണ്ടുവന്ന് ശുഭ്മാൻ ഗില്ലിനെ മാക്സിമം ടോപ്പിൽ എത്തിക്കാൻ മുമ്പ് നന്നായി കളിക്കുന്നുണ്ട്. അതേപോലെ ഗൗതം ഗംഭീർ കുറച്ച് സഞ്ജു സാംസൺ സപ്പോർട്ട് ചെയ്യുന്നതിന് പോലും മൊത്തം നടക്കുന്നത് മുംബൈ ലോബിയെ തിരികെ കയറ്റാനുള്ള പരിപാടിയാണ്. അതേപോലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം മുഹമ്മദ് ഷമീനെ ഉൾപ്പെടുത്താതെ പകരം ഉൾപ്പെടുത്തിയത് ഹർഷിത് റാണനെ. അത് ഗംഭീറിന്റെ കുണ്ടനാണ്, അത് വേറെ വിഷയം. അപ്പൊ ഗംഭീറും അജിത് കാർക്കറും ചെയ്യുന്ന എന്താണ് നോക്കിയാൽ മനസ്സിലാവും. ഒരുപാട് ആൾക്ക് പണിയാണ് സംഭവം. ഇപ്പോ മുഹമ്മദ് ഷമീൻ ഒരു പോസ്റ്റ് അവിടെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പൊ മുഹമ്മദ് ഷമിക്ക് എന്താണ് ഫിറ്റ്നസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്, പെർഫോമൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ എടുക്കാതിരുന്നത്. ഓസ്ട്രേലിയയിലേക്ക് കളിക്കാൻ പോവുക. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ബോളറാണ് മുഹമ്മദ് ഷമി. അതിന് പകരം എടുത്തിരിക്കുന്നത് അറിയാം ഹർഷിത് റാണ. ഹർഷിത് റാണ ഇപ്പം ഏഷ്യ കപ്പിലെ പ്രകടനം നോക്കിയാൽ മനസ്സിലാവും. 3 ഫോർമാറ്റ് കളിക്കുന്ന ഒരു പ്ലെയറാണ്. എന്ത് കാരണത്തിലാണ് മൂന്ന് ഫോർമാറ്റ് കളിപ്പിക്കുന്നത്? വല്ലാത്തൊരവസ്ഥ കേട്ടോ. അപ്പൊ അവസരമുള്ള ആൾക്കാർക്കൊക്കെ പുറത്തായിരിക്കും ഈ ചാൻസ്. അവസരം വേണമെന്നില്ല, മുംബൈ ലോബി ആയാൽ മാത്രം മതി. അതേപോലെ അജിത് കാർക്കറിന്റെ പെർഫോമൻസിന്റെ കാര്യം പറയുന്നത്, അജിത് കാർക്കർ തുടർച്ചയായി 5 കളിയിൽ ഡക്കാണ്. അത് ഗോൾഡൻ ഡക്കായ ഒരു പോസ്റ്റ് അവിടെ ഇടുന്നുണ്ട്, നോക്ക്. അദ്ദേഹം കളിക്കുന്ന സമയത്ത് തുടർച്ചയായിട്ട് 5 മത്സരങ്ങളിൽ 0 ഡക്കാണ്. എന്നിട്ടാണ് ഈ ചങ്ങായി കൊണവണ അടിക്കുന്നത്.